ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോഴേ കുഞ്ഞു വിശേഷങ്ങൾ, ഒരു കുഞ്ഞു വീട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഓരോ ദിവസം കടന്നു പോകുന്നത് അല്ലേ. അതുപോലെ ഒരു ദിവസമാണ് ഇന്നും. എല്ലാവരെയും പറഞ്ഞു വിട്ടു. സുപ്പു മാത്രമുള്ളൂ. സുപ്പും ഉണ്ട്, നമ്മുടെ സരസ്സും ഉണ്ട്, നമ്മുടെ മോനും ഉണ്ട് കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞ ആൾ വന്നേക്കുകയാണ്. ഞാനാണെങ്കിൽ രാവിലെ ഒരു തൊഴിലുറപ്പിൻ്റെ ജോലി ചെയ്തിട്ട് കുളിച്ച് സെറ്റായിട്ട് വന്ന് നിൽക്കുകയാണ്. ശമ്പളം ഞാൻ വാങ്ങിച്ചിരിക്കും, സത്യമായിട്ടും ഇന്നത്തെ കാശ് ഞാൻ വാങ്ങിച്ചിരിക്കും. അത്രയ്ക്ക് എൻ്റെ നടുവൊടിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ 14-ാം വാർഡിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ റോഡ് പകുതി ഞാൻ രാവിലെ ചെത്തി റെഡിയാക്കി ഒരു വാശിക്ക് ചെയ്തതാണ്. പക്ഷെ വാശിക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ നടുവെടുക്കാൻ വയ്യ കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചില്ല, ഞാൻ മാറി നിൽക്കത്തില്ലെന്ന് വിചാരിച്ചു. പകുതി ഭാഗം നമ്മുടെ 2 ഗേറ്റിൻ്റെ അത്ര ഭാഗം രാവിലെ ചെത്തി നിർത്തിയേക്കുകയാണ്. ബാക്കി നമുക്ക് വൈകിട്ട് രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാം അകത്തെ പരിപാടികൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് എന്തെങ്കിലും എൻ്റെ മനസ്സിനകത്ത് തോന്നിക്കഴിഞ്ഞാൽ അതപ്പോഴേ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോയതാണ്. രാവിലെ വെയിലാവുന്നതിന് മുന്നേ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇന്നലെ 2 ദിവസം കൊണ്ട് നമുക്ക് മഴയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്നാലും വരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെത്തി ശക്തമായിട്ട് ചെത്തിയാലേ പോച്ചയൊക്കെ വരത്തുള്ളൂ. പടർപ്പൻ പോച്ചയാണ് കേട്ടോ. പടർപ്പൻ പോച്ച ആയതുകൊണ്ട് നന്നായിട്ട് നമ്മളെ ചെത്തി എന്തായാലും അത്രയും പാകം ഞാൻ മിനുക്കി. പിന്നെ ഒത്തിരി അലക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ അമ്മണിക്ക് കൊടുക്കാൻ കുറച്ചുണ്ട്. അതിൻ്റെ ബാക്കി ഈ സുപ്പ് ചെയ്തു. എനിക്ക് വയ്യാങ്കിലേ ഉള്ളൂ കുഞ്ഞേ അടി നിനക്ക്. ഒന്നാതെ എനിക്ക് ആകെപ്പാടെ ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ അവൻ മൊബൈലിനകത്ത് ഇട്ട്, മൊബൈലല്ല TV. അമ്മണിക്ക് ബാക്കിയുള്ളത് നമുക്ക് ഉച്ച കഴിഞ്ഞ് കൊടുക്കാം. മഴ ഇടി ആവുന്നതിന് മുന്നേ അമ്മണിക്ക് കൊടുത്താലേ അവളും സെറ്റായിട്ട് എനിക്ക് എല്ലാം കഴുകി തിരിച്ചു തരത്തുള്ളൂ. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. രാവിലെ ദോശയും ഇന്ന് ഞാൻ ഇന്നെല്ലാവരും ഒന്ന് കളിപ്പിച്ചു. മുളകൊക്കെ ചാലിച്ച് ഒരു മുളക് ചമ്മന്തി ആയിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തി ആയിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ തുണിയൊക്കെ കഴുകി, പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാർക്കൂന്തലിൽ ഇന്ന് നമ്മൾ ടിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ് ഇന്ന് ഇട്ടത് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് സെറ്റാക്കി അതിന് വേണ്ട വളമൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാനും കുളിച്ചു. ഇനി നമുക്ക് അടുക്കളയിൽ പോകാം. മീനൊക്കെ കഴുകി വെച്ചേക്കുകയാണ്. മഞ്ഞക്കോരയാണ് കേട്ടോ. ഇന്ന് സുപ്പ് നാട്ടിൻ പുറത്തെ വീട്ടമ്മയായിട്ട് നമ്മുടെ കുഞ്ഞടുക്കളയിലോട്ട് അങ്ങോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് പോകാം കേട്ടോ. കുഞ്ഞടുക്കളയിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. എനിക്ക് അടുക്കളയിൽ കയറിയ കഴിഞ്ഞാൽ പിന്നെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വെളിയിൽ ചാടുന്നതാണ് ഇഷ്ടം. ചെയ്യാൻ തുടങ്ങിയ എല്ലാം അപ്പോഴും തന്നെ ചെയ്ത് തീർക്കും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ജോലിക്കൊക്കെ നിൽക്കും. രാവിലെ എന്തായാലും നമുക്ക് 1 മണി വരെ തകർപ്പം പണി തന്നെയാണ് എല്ലാ വീട്ടമ്മമാർക്കും അല്ലേ. അത് കഴിഞ്ഞാണ് നമ്മൾ എൻ്റെ നടുവൊക്കെ പോയി പിള്ളേരെ അത് കഴിഞ്ഞാണെന്നല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഈ പകൽ സമയങ്ങളിൽ ഈ 1 മണി കഴിഞ്ഞ് ഒരു 4 മണി വരെ നമ്മളെ കണ്ടില്ലെങ്കിൽ വീട്ടുകാരെന്താ പറയുന്നത്, അവളകത്ത് കയറി മൊബൈലും കുത്തി ഇരിക്കുകയാണെന്ന്. നമ്മുടെ ജോലി നേരം വെളുത്ത് 5 മണിയെങ്കിൽ 5, 4 മണി അത്രയും വെളുപ്പം കാലത്ത് എഴുന്നേൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് നാട്ടിൻപുറത്തല്ല, ജോലിക്കായിട്ടും മക്കളെയൊക്കെ വിടാനായിട്ട് ഒക്കെ പോകുന്ന ഒരുപാട് അമ്മമാരെ നമുക്കറിയാം. ഞാനൊരു 6 മണിയാകുമ്പോൾ ഇപ്പോൾ എഴുന്നേൽക്കും 2-3 ദിവസം കൊണ്ട് കേട്ടോ. അതും അലാറമൊക്കെ വെച്ചാണ് നമ്മൾ എന്തായാലും ഞാൻ കറക്റ്റ് 6 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. സത്യമായിട്ടുമാണ്, പകലൊന്നും ഉറങ്ങത്തില്ല. നല്ല കുട്ടിയാണ് ഞാൻ. 2-3 ദിവസം കൊണ്ട് 6 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. മോന് പോകണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങി. എന്തായാലും അതുകൊണ്ട് തന്നെ വേഗമൊക്കെ പണി തീർക്കാൻ നമ്മൾ നോക്കുമല്ലേ. നമുക്ക് പോകാം അടുക്കളയിലോട്ട്. പോകണമെന്നൊന്നും ഇല്ല, പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ കേട്ടോ. നമുക്ക് പോകാം. എന്തായാലും ഞാൻ കയറാതെ പറ്റത്തില്ല കേട്ടോ. സരസ്വിന് വയ്യാലോ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തേനെ കേട്ടോ. പാവ സരസ്വിന് ഒന്നും വയ്യ. ഈ മരുമോളും അങ്ങനെ അമ്മയെ അതെടുക്ക് ഇതെടുക്ക് അത് ഇത് ചെയ്യുന്ന ഒരിക്കലും പറയത്തില്ല. ഇനി അമ്മ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റിലാണ്, വയ്യ തീരെ കേട്ടോ. അത് അവിടെ ഇരുന്നോട്ടെ.
അതിനെ ശല്യപ്പെടുത്താതെ അവിടെ ഇരുന്നോട്ടെ. അപ്പോഴും നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഒരൊന്നൊന്നര പാചകമൊക്കെ നീങ്ങി നമുക്ക് പോകാം. വായോ, എല്ലാവരും എൻ്റെ കൂടെ വായോ. എനിക്കും ഒരു കൂട്ടാവും, നിങ്ങൾക്ക് ഞാനും ഒരു കൂട്ടാവും അല്ലേ? നമുക്ക് പോകാം. വാടാ. നീ ഇവനില്ലാതെ ഒക്കത്തില്ലല്ലോ. നിന്നെ എടുത്തെൻ്റെ മടിയിലോട്ട് ഞാൻ വെക്കാൻ പോവുകയാണ്. വാ. അപ്പോഴിതാ നമ്മൾ നമ്മുടെ കുഞ്ഞടുക്കളയിൽ വന്നു. മീൻ രാവിലെ കഴുകി വെച്ചിട്ടാണ് തുണി കഴുകാനും ഒക്കെ പോയത്. എനിക്ക് കുളിച്ചിട്ട് മീൻ കഴുകുന്ന ഭയങ്കര ദേഷ്യമാണ്. നമുക്ക് മഞ്ഞക്കോര കിട്ടി കേട്ടോ. മഞ്ഞക്കോരയാണ് കിട്ടിയത്. അപ്പോഴേ ഞാൻ മുളകും മല്ലിയും അതും എല്ലാം ഒന്ന് വറുത്ത് ഒന്ന് കലക്കി ചേർക്കട്ടെ. അതൊക്കെ എടുക്കാതിരുന്നു നമുക്ക് ഒത്തിരി സമയമാവും കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും അറിയാമല്ലോ, മുളക് മാത്രമെങ്കിൽ മുളക് മാത്രം. കുരുമുളകാണ് നമ്മൾ കൂടുതലായിട്ട് മഞ്ഞക്കോരയ്ക്ക് നമ്മുടെ സരസമൊക്കെ ഇവിടെ ചേർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴും ആ പാത് തന്നെ നമ്മുടെ സുപ്പവും പിന്തുടരുവാണ് കേട്ടോ. അപ്പോഴും ഞാനൊന്ന് കലക്കി ചേർത്ത്, അന്നേരം എളുപ്പമല്ലേ നമുക്ക് കാണിക്കാൻ, എളുപ്പമാണ്. അപ്പോഴും കലക്കി ചേർത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കലക്കി ചേർക്കട്ടെ വേഗം തന്നെ. അപ്പോഴും രാവിലെ നമ്മൾ മീൻ കഴുകി വെച്ചിട്ട് ഇരുന്നാലൊരു സമാധാനമുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ വെച്ച് താമസിച്ചൊക്കെയായിരുന്നു. ഇപ്പം ഞാൻ വഴക്ക് പറയും, നേരത്തെ എനിക്ക് മീൻ കൊണ്ടുവന്നോണമെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ പിന്നെ അത് പേടിച്ചുണ്ടല്ലോ നമ്മളാണെങ്കിൽ കടയിൽ പീസാക്കി കൊണ്ടുവരില്ല. അത് എളുപ്പ പണിയാണ്. പക്ഷെ അവിടുത്തെ ചേച്ചിമാർ അണ്ണനെ ഓടിച്ചിട്ട് അടിക്കുമെന്ന് ഇവിടെ വന്ന് പറയാം. നിനക്ക് ഇത് ആ ചേച്ചിക്ക് മടിയായിട്ടല്ലേ അണ്ണൻ ഇവിടെ വന്ന് പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് കട്ട് ചെയ്യാൻ പറയുന്നതെന്ന് കേട്ടോ. പാവം രണ്ടിടത്തെ പെണ്ണുങ്ങളെയും കൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ അണ്ണന് കേട്ടോ. പാവം ഇവിടെ വന്നിരുന്ന് പറയും കേട്ടോ. ഞാൻ ചിലപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴും ഞാൻ കടയിൽ കയറുമ്പോൾ അവരും പറയും, ചേച്ചിയാ ഇല്ല ഈ അണ്ണനെ വഴക്കുണ്ടാക്കിയെന്നല്ലേ ഇങ്ങനെ മീനൊക്കെ കഴുകിക്കൊണ്ട് അല്ല മീനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നതൊക്കെ. ഞാൻ പറയും, എൻ്റെ കൈ മുറിയുമെന്നൊക്കെ ചുമ്മാ പറയും. തള്ളി മറിച്ചിടും ഞാൻ കേട്ടോ. അപ്പോഴും നമുക്കിതൊന്ന് വറുത്തിട്ട് കേട്ടോ. കലക്കി ചേർത്തിട്ട് വരാനൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ. നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ നമ്മളെങ്ങനെ വറക്കുന്നതെന്നും കലക്കുന്നതെന്നും ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. എണ്ണ ഒഴിച്ച് നമ്മൾ കേട്ടോ. എന്നിട്ട് മുളകും മല്ലി നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. എന്നിട്ടാണ് കേട്ടോ ചൂട് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി ചേർക്കും. അല്ലാത്ത മീനൊക്കെ നമ്മൾ ഇഞ്ചിയും അതൊക്കെ ഇടും, ഇഞ്ചിയും വെളുത്തുള്ളി. ഇവിടെ പക്ഷെ നമ്മുടെ സരസുവിന് ഇഷ്ടം കുരുമുളക് പൊടി ഇതിനാണ്. കുരുമുളക് അന്നൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കുരുമുളക് നല്ല മുളകും ഒക്കെ അരച്ചായിരുന്നു, അമ്മിക്കല്ലിൽ അരച്ചായിരുന്നു ചേർക്കാനായിട്ട്. ഇപ്പം നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞ പൊടിയല്ലേ. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് കലക്കി ചേർക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ആ അരപ്പ് നന്നായിട്ട് നല്ല കട്ടിയുള്ള ചാറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കട്ടെ കേട്ടോ. അപ്പോഴിതാ നമ്മുടെ മീൻകറിയൊക്കെ കലക്കി അങ്ങോട്ട് വെച്ചു. കറിവേപ്പിലയും പച്ചമുളകും പുളിയെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് അവൻ കിടന്നങ്ങോട്ട് വേവിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മോരുകറി ഇരിപ്പുണ്ട്, കറി വെച്ചത് ഇരിപ്പുണ്ട്. പിന്നെ വലിയ പയർ തോരൻ വയ്ക്കണം, അതൊക്കെ മതി കേട്ടോ. നമ്മുടെ അടപ്പ് പാത്രം എന്തിയേ അവനോട് ഇരുന്ന് വേവിട്ട് കേട്ടോ. നമുക്ക് പയറൊക്കെ അരിയാം. ഇനി കറി ഇനിയും വേണോ? വേണ്ട. മോര് കാച്ചിലിരിപ്പുണ്ട്. അല്ലെങ്കിൽ മോന് പിന്നെ അവന് സലാഡും ഇഷ്ടം കേട്ടോ. പച്ച തൈര് ഇരിപ്പുണ്ട്, സലാഡും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മീൻ നമുക്ക് കിട്ടിയാൽ ഒരു കറിയാവും. സത്യമല്ലേ? മീനില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ ഒരു കുറവാണ്. പിന്നെ വേറെ എന്തൊക്കെ കറി വെച്ചാലും നമുക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല, എന്തോ പോലാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അതോ ഈ സുപ്പൂന് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ തോന്നുന്നത്? എന്തായാലും നമുക്ക് പയർ കഴുകി അരിഞ്ഞിട്ട് വരാം. പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ച് വെള്ളം പോയില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും പാത്രങ്ങൾ, ഏത് പാത്രങ്ങളാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും കഴുകി കമത്തി വയ്ക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഊർന്ന് പോകുമല്ലോ. നമുക്ക് ഈ പാത്രം ബേസിനെടുത്തിട്ട് വേണം നമ്മുടെ പയർ അരിയാൻ, ഇതിനകത്ത് അരിയാൻ കേട്ടോ. ഈ പാത്രം നമ്മൾ എടുക്കുന്നത് നമുക്ക് പയർ അരിയാൻ കേട്ടോ. ജോലി നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനെയല്ലേ നമ്മൾ വീട്ടമ്മമാർ. പഴൻ്റെ പാലും തലയെല്ലാം എടുത്ത് കളഞ്ഞതാട്ടോ ഞാൻ. അതൊക്കെ എനിക്ക് സ്പീഡാണ് കേട്ടോ. സ്പീഡ് നമുക്ക് അരിയാനൊക്കെ മടിയൊന്നുമില്ല. ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു, നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ടായിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? ഇതിന് സ്പീഡ് തന്നെ ആയിരിക്കില്ല. നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ.
കൂട്ടി പിടിച്ച് അങ്ങോട്ട് അരി. വാലും തലയും മീൻസ് അറ്റവും തല എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ കണ്ട വാലും തലയിൽ പയറിൻ്റെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്നലെ ഇവിടെ പ്രതീക്ഷിക്കാതെ നല്ല മഴ പെയ്തു കേട്ടോ. ഇതത്ര ഇഷ്ടമല്ല ഇവിടെ കേട്ടോ. പിന്നെ ഈ പയറ് നമ്മുടെ അണ്ണ എല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ആൾ കഴിക്കത്തതില്ല. ആളിന് മീൻചാറ് മതി. ഞാൻ സത്യമായിട്ട് എല്ലാവരും പറയും ഇതൊക്കെ. ഈ കൊതി എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം എല്ലാവരും നാട്ടുകാരെ മൊത്തം അറിയിക്കും കേട്ടോ. നമ്മുടെ അണ്ണനാണെങ്കിൽ മീൻചാറ് മതി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മീൻ പ്രേമിയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ഈ ശബരിമലയ്ക്കൊക്കെ നോയമ്പെടുക്കാൻ പറക്കും ഇവരെയൊക്കെ ഞാൻ എങ്ങനെ നിർത്തുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വെക്കേഷൻ പോകണമെന്ന് പറഞ്ഞിരിക്കുക, നോക്കട്ടെ. അപ്പോഴും ഞാനൊന്ന് അരിഞ്ഞ് നമുക്കിനി അല്ലാത്തൊരു ജോലിയാണ് തേങ്ങ തിരിഞ്ഞൊക്കെ. ചിലപ്പം ഞാൻ ചിരിച്ച് തിരുമത്തുള്ളൂ കേട്ടോ. വല്ലാത്തൊരു ജോലിയാണ് തേങ്ങ തിരുമുന്നത്. മടിയാണ്. മക്കളൊക്കെ നേരത്തെ എനിക്ക് തിരുമിയൊക്കെ തരുമായിരുന്നു. ഇപ്പം അവർക്ക് എന്നെക്കാളും മടിയാണ്. എന്ത് ചെയ്യാൻ? ഒരു സ്നേഹമില്ലാത്ത പിള്ളേർ വന്നു അല്ലേ? നിങ്ങളുടെ അവിടുത്തെ കൊച്ചുങ്ങളൊക്കെ നല്ല കൊച്ചുങ്ങളാണോ? സഹായിക്കുന്ന കൊച്ചുങ്ങളൊക്കെയാണോ? പറയണേ. ഞാൻ കാണുന്നുണ്ട് ചില മക്കളൊക്കെ അമ്മമാരെയൊക്കെ സഹായിക്കും. ഒരു പ്രായം വരെയൊക്കെ അമ്മമാരെ അപ്പന്മാരെയൊക്കെ സഹായിക്കും. പിന്നെ അല്ലാതെ അതുങ്ങൾ കളത്ര പഠിക്കും കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ഇപ്പോഴും എനിക്ക് അറിയാൻ ഇഷ്ടമാണ് കേട്ടോ. അറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്ന് അരിയട്ടെ. ഇനി നമുക്ക് തേങ്ങ തിരിക്കണം, ചതയ്ക്കണം. എൻ്റെ ദൈവം എന്തെല്ലാം പണികൾ കിടക്കുന്നു. കണ്ണാടി ഉണ്ടല്ലോ രാവിലെ മുതൽ തപ്പി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ കാണണമെങ്കിലുണ്ടല്ലോ കണ്ണാടി ഉണ്ടല്ലേ എനിക്ക് കാണാൻ ഒക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ഈ കണ്ണാടിക്ക് വേണ്ടി എത്ര നേരം ഇവിടെ എല്ലാം തപ്പി അവസാനം എന്ത് ചെയ്യാണ് അടുപ്പിന് കൂട്ടിയിട്ട് രാവിലെ മൊബൈൽ കണ്ടിട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. അപ്പുറത്തെല്ലാം കൊച്ചിനെ കിടന്ന് വഴക്കിടാ. നീ എൻ്റെ കണ്ണട എടുത്ത് എവിടെ കൊണ്ടുവച്ചിടാ അത് പറഞ്ഞാൽ ആ പാവം കൊച്ചിനെ ഞാനിട്ട് വഴക്കുണ്ടാക്കി കേട്ടോ. എന്തായാലും എൻ്റെ കണ്ണാടി തിരികെ കിട്ടി. ഇപ്പം ഇരുന്ന് തപ്പിയപ്പോഴാണ് ഇവിടെ കണ്ടത്. നമ്മുടെ ഈ മൊബൈൽ നോക്കാൻ മാത്രമാണ് ഞാൻ നമ്മുടെ ഈ കണ്ണട എടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മതി കേട്ടോ. ഇവിടെ അതിന് വേണ്ടിയൊന്നും വേണ്ട. കൂടി വെച്ചൊക്കെ കണ്ണടയില്ലെങ്കിൽ കണ്ണടയൊക്കെ ഫിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ കണ്ണിനകത്തൊക്കെ പുകയൊക്കെയാണ്. ആരുണ്ട് ഇങ്ങനെയൊക്കെ കണ്ണട? ചിലരെപ്പോഴും കണ്ണിന് അസുഖമുള്ളവരൊക്കെ എപ്പോഴും യൂസ് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. കാർപ്പൂന്തൽ അഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പിന്നെ നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മുടി അങ്ങനെ പൊഴിഞ്ഞ് വീണാലോ പിന്നെ കാർപ്പൂന്തൽ അങ്ങ് കിടക്കുമല്ലേ. ഞാൻ ഇനി ചതച്ചെടുത്തോണ്ട് വരട്ടെ. തേങ്ങ ചതച്ചെടുത്തോണ്ട് വരാം. അപ്പോഴേ തേങ്ങ തിരിക്കാം കേട്ടോ. ഓരോ തേങ്ങ തിരിക്കാം. എനിക്ക് തേങ്ങ തിരിയുമ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം എൻ്റെ ഈ വളയുടെ കിലുക്കം കേട്ടു. തേങ്ങ തിരികുമ്പോഴാണ് എൻ്റെ കുട്ടികളുടെ ശബ്ദം അധികമായിട്ട് ഇവിടെ കേൾക്കുന്നത് കേട്ടോ. കുറച്ച് മതി. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇരുന്ന് തേങ്ങ തിരിക്കുന്നത്? ഞാൻ വെളിയിലാട്ടോ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് പിന്നെ വെളിയിലിരുന്ന തേങ്ങ തിരിക്കുന്ന കേട്ടോ. ഇപ്പം പിന്നെ ചുമ്മാ ഇവരോട് ഇരുന്ന് തേങ്ങ തിരിക്കുക. മതി മതി മതി. അടച്ചു വെച്ചേക്കാം അല്ലേ? ഇവർക്ക് ഉപ്പ് നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. നിങ്ങൾക്കറിയത്തില്ലേ ആ ഒരു ചടങ്ങ്? അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വെന്ത് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കാം. ഇനി ഇപ്പുറത്തോട്ട് ഞാൻ അപ്പുറത്താക്കി കേട്ടോ. അവനെ ഇപ്പുറത്തോട്ട് നമുക്ക് എന്താ നമ്മുടെ പയർ തോരൻ വെക്കാം കേട്ടോ. സുപ്പു അല്ലേ വെച്ചത്? അടിപൊളിയായിരിക്കും. സത്യം ഞാനല്ലേ വെച്ചത്. അടിപൊളി. കുഴപ്പമില്ല ഇന്നത്തെ ചെങ്കലവ കേട്ടോ. കുഴപ്പമാണെന്ന് പറഞ്ഞാൽ കടക്കാർ പിന്നെ നാളെ നമ്മുടെ അണ്ണൻ ചെന്നാൽ അവർ തന്നു വിടത്തില്ല കേട്ടോ. കൈയെല്ലാം ഇട്ട് പൊട്ടിൽ സെറ്റായി കേട്ടോ. ഇനി നമുക്കേ അടുത്ത പരിപാടി നമ്മുടെ സ്റ്റേജിൽ എന്താണ്? സ്റ്റേജിൽ പയറ് തോരൻ.
പയറൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചതച്ചില്ല. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് വാങ്ങാൻ ഇച്ചിരി കൂടെ ഒന്ന് പറ്റട്ടെ മീൻകറി. നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് നമുക്കിതൊന്ന് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോഴത്തേ നമ്മളെ എടുത്തു വെച്ചിട്ടുള്ള സംഭവം തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, അതൊക്കെ കേട്ടോ. ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കടുക് വറുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പോയി ചതച്ചെടുത്തോളാം കേട്ടോ. കട്ടി അങ്ങ് മറിക്കുമോ വെളിച്ചെണ്ണയൊക്കെ, ഒരളവും ഒന്നും ഇല്ല കേട്ടോ. കുപ്പിക്ക് അതിങ്ങനെ എടുത്തു വെച്ചേക്കുന്നതുകൊണ്ട് ഒരളവും കാര്യങ്ങളും ഒന്നുമില്ല. ദൈവമേ, വെളിച്ചെണ്ണ ഇല്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അണ്ണൻ ഇവിടെ എന്നെ ഓടിച്ചിട്ട് അടിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. നിങ്ങളൊക്കെ മുളകൊക്കെ ചേർക്കുമോ? കടുക് വറക്കാൻ മുളകൊക്കെ ചേർക്കുമോ? ചെറിയ ഉള്ളി ഇട്ടില്ല, ഇതിനിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ കടുക് വറക്കാൻ മുളകൊക്കെ ഇടണം കേട്ടോ. എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ഉള്ളി അതൊക്കെ ഇട്ടാൽ നമുക്ക് ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. എളുപ്പമല്ലേ, അടുക്കള കയറിയ പെൺപിള്ളേരെ എളുപ്പത്തിൽ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാതെ വേഗത്തിൽ തന്നെ ജോലികൾ പെട്ടെന്ന് തീർന്ന് എവിടെയെങ്കിലും ചെന്ന് കൊത്തിയിരിക്കണമെന്നാണ് എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചത്. ഒന്ന് അടച്ചു വെച്ചാൽ അവനവിടെ നിന്ന് അങ്ങ് വേവുമല്ലോ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചേർത്താൽ മതി സംഗതി. ഇനിയിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മോരുകറി ഇരിപ്പുണ്ട്, അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്. മിക്കവാറും നമ്മുടെ സരസ്വന് കഞ്ഞിയാണ് ഞാൻ കൊടുക്കുന്നത്. സരസ്വനൊന്നും കഴിക്കാൻ ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം കൺട്രോളിലാണ് കേട്ടോ എല്ലാം കൊടുക്കുന്നതേ. ഞാൻ കൊടുക്കുന്നതല്ല, അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ മതി. വേഗം തന്നെ നീ ഒന്ന് വെന്ത് വാ. അപ്പോഴത്തേന് ഞാൻ ചതച്ചുകൊണ്ട് വരാം. ഉപ്പ് കുറച്ച് മതി, ഇല്ലെങ്കിൽ എന്നെ ഇവിടെ ഓടിച്ചിട്ട് അടിക്കുന്നതാണ് എല്ലാവരും. അത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അവൻ വേഗത്തില്ലേ അടച്ചു വയ്ക്കാം. പണി എളുപ്പം കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അതേ ഉള്ളൂ ഈ സുഖൂൻ്റെ ഒരു ലക്ഷ്യം. നമ്മുടെ പള്ളി പ്രാർത്ഥന നടക്കുന്നു, ഞാൻ അതും കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്, പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്, ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുന്ന് കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര ധൃതിയാണ് കേട്ടോ. ഞാൻ ചതച്ചെടുത്തുണ്ട് കേട്ടെ. നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ നമുക്ക് ചതച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയറും വെന്തു വേഗം വരും. പയറിന് വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. കടുക് വറുത്ത് അതിനകത്തോട്ട് ഇടും, അത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമുണ്ട്. പിന്നെ ചില കൂട്ടുകാർക്കുണ്ട് നമ്മുടെ അടുക്കള വിശേഷം കാണാൻ ഇഷ്ടമുള്ളവർ. എനിക്ക് അടുക്കള വിശേഷം കാണാൻ ഇഷ്ടം കേട്ടോ. പിന്നെ ബ്യൂട്ടി ടിപ്പും നമ്മൾ കാണുവാണെങ്കിൽ ഫുള്ളായിട്ടേ സുഖം എല്ലാവരുടെയും വീഡിയോ കാണത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് തരത്തില്ല, ലൈക്കും തരത്തില്ല, കമൻറ്റും തരത്തില്ല കേട്ടോ. വരുവാണെങ്കിൽ ഫുള്ള് കണ്ടായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നത് അല്ലേ. അപ്പോഴേ സുപ്പുവിൻ്റെ ഉപ്പിട്ടായിരുന്നോ? ഒരു മറവി ഇട്ടായിരുന്നു തോന്നല്ലേ. നിങ്ങൾ കണ്ടായിരുന്നല്ലേ ഞാൻ ഉപ്പിടുന്നത് അല്ലേ. ഉപ്പൊക്കെ ഉണ്ട്, ഒത്തിരി ഉപ്പ് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി ഓഫാക്കി. ഞാൻ ഇവിടെ ഓഫാക്കിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇനിയും സമയമാകുമ്പോൾ നമുക്ക് പപ്പടം കാച്ചണം. സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോന് അവൻ തന്നെത്താനെ ഉണ്ടാക്കുന്നത് കേട്ടോ സലാഡൊക്കെ. അപ്പോഴേ ഇനി എന്താ, ഇനി നമുക്ക് ഇച്ചിരി നേരം പോയി അപ്പുറത്തേ നിൽക്കാം അല്ലേ. വേറെ പണിയൊന്നുമില്ല, ഉണ്ണാനൊന്നും സമയമായില്ല. കറിയൊക്കെ ഇരിപ്പുണ്ട്. വീണ്ടും കറി വെച്ച് കഴിക്കാൻ ആളില്ലല്ലേ. അതുകൊണ്ടാണ് കേട്ടോ മോര് കാച്ചിയതൊക്കെ ഇരിക്കുന്നത്. ഇനി ഞാൻ എന്തിന് കറി ഉണ്ടാക്കുന്നത്? അച്ചാർ ഇരിപ്പുണ്ട്, പപ്പടം ഇരിപ്പുണ്ട്. സരസ്വന് നമുക്ക് കഞ്ഞി കൊടുക്കാം ഇന്ന് കേട്ടോ. തീർന്നില്ല, ഒരു മുട്ടയും കൂടെ പൊരിക്കുകയോ ചിക്കി തോത്തുകയോ ചെയ്യും. നമ്മുടെ സരസ്വന് ഒരു മുട്ടയെങ്കിലും കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സരസ്വ കഴിക്കത്തില്ല, തല്ലി കൊന്നാൽ കഴിക്കത്തില്ല. പുഴുങ്ങി കൊടുത്താൽ കഴിക്കാൻ വയ്യ.
കറി വെച്ചാൽ കഴിക്കാൻ വയ്യ. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയാം. ഉച്ചയ്ക്ക് ഒരു മുട്ടയെടുത്ത് എന്തെങ്കിലും ഒന്ന് ചിക്കിത്തോത്തും അല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കും. പണ്ടൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇറച്ചി ഇപ്പം മീനും കഴിക്കത്തില്ല, മീനൊന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മുട്ടയെങ്കിലും 2 മുട്ട കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണമെങ്കിലും അടിച്ച് തീറ്റിച്ചല്ലേ ഒക്കത്തുള്ളൂ. ഞാൻ ബരട്ടും, കണ്ണുരുട്ടി കാണിക്കും, മര്യാദയ്ക്ക് കഴിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ അനാഥമന്ദിരത്തിൽ കൊണ്ടുവിടുമെന്ന് പറയും കേട്ടോ. വൃദ്ധസദനം ഉണ്ടല്ലോ, വൃദ്ധസദനത്തിൽ ഞാൻ കൊണ്ടുവിടും, മര്യാദയ്ക്ക് മുട്ട കഴിച്ചോളാൻ പറയും. പാവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കഴിക്കാൻ മേലാത്തത് കൊണ്ടാണ് കഴിക്കാത്തത്. പാവം നമ്മൾ ഈ അവസ്ഥയിലാകും. വയസ്സാകുമ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളും കാര്യങ്ങളും. വയസ്സൊന്നും അല്ല കേട്ടോ, ഇപ്പം വയസ്സായവർക്കൊന്നും അല്ല, ചെറുപ്പക്കാർക്ക് വരെ ഒക്കുന്നില്ല. പിന്നാണ് അപ്പോഴേ നമ്മുടെ പയറ് തോരൻ. എനിക്കിതേ പൊതിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. ഉപ്പ് നോക്കി തോരൻ തീരാറായി കഴിഞ്ഞ കേട്ടോ. അമ്മയ്ക്ക് കൊടുക്കാൻ നേരം ഉണ്ടാക്കത്തുള്ളൂ മുട്ട കേട്ടോ. ഇപ്പോഴേ ഉണ്ടാക്കണ്ടാലും ചോറ് കൊടുക്കാൻ നേരം അങ്ങനെ ഞാൻ ചൂടോടെ ഒരു മുട്ടയും ഉണ്ടാക്കി, അത് മതി കേട്ടോ. ഒരാളെ നമ്മുടെ മീനിൻ്റെ കുളമൊക്കെ വൃത്തിയാക്കുന്നു. അമ്മ അങ്ങോട്ട് വരട്ടെ ആവേ. ഒത്തിരി മീനുണ്ട് ഞങ്ങൾക്ക്, ഒത്തിരി മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നല്ല രസം വാല് കാണാൻ. ഇങ്ങനെ സാരിയുടെ തുമ്പ് മാതിരി ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. സാരിയുടെ തുമ്പ് മാതിരി ഇങ്ങനെ കിടക്കും, നല്ല ഭംഗി. ഇങ്ങനെ വീശിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒന്നുമില്ല, വൃത്തിയാക്കാനും ഒന്നുമില്ല. നമ്മൾ 2-3 പാത്രം, അതെ ഈ 2-3 പാത്രമൊക്കെ ഉള്ളൂ കേട്ടോ. കഴുകാനൊന്നും ഒന്നുമില്ല. രാവിലെ എല്ലാം കഴുകിയില്ല. എന്താ വലിയ പാത്രമൊന്നും എടുത്തില്ല ഞാൻ കേട്ടോ. അപ്പോഴും നമ്മുടെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് കൂട്ടനില്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിരുന്ന് വീഡിയോ എടുക്കാനൊക്കത്തില്ല കേട്ടോ. നമ്മുടെ സിറ്റൗട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞില്ല കേട്ടോ. പ്രാർത്ഥനയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥന കേൾക്കാം. അപ്പോഴിതാ നമ്മൾ സിറ്റൗട്ടിൽ വന്നു കേട്ടോ. നമ്മളിവിടെ വന്നിരുന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്. അവരെല്ലാം കൂടി ഇത്തിരി നേരം കാര്യമൊക്കെ പറയും. പിന്നെ അവിടുത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന അമ്മച്ചിയെ വണ്ടി ഇടിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അമ്മച്ചി മോളെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അമ്മച്ചി ഒരു 3-4 ദിവസമായേ വണ്ടി ഇടിച്ച്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നേ. അമ്മച്ചിക്ക് വയ്യാതെ ആശുപത്രിയിലൊക്കെ കിടക്കുക. ദൈവമേ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. പാവം അമ്മച്ചി കേട്ടോ. അപ്പോഴേ അയ്യോ ഇത്രയും അപകടങ്ങളാണോ വരുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ പറയായിരിക്കും. നമ്മളെപ്പോഴും കാണുന്നവരല്ലേ. അപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരുമായിട്ടും എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ നമുക്കൊരു ആകാംക്ഷയല്ലേ. അപ്പോഴേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അനക്കും ആവിയൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാമായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെ അറ്റവും മൂലയൊക്കെ അറിയാം കേട്ടോ. എല്ലാം ഒന്നും അറിയത്തില്ലല്ലോ. അവർ പാടുമ്പോൾ ഞാനും പാടും. നമ്മളെപ്പോഴും ഇപ്പം പാട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ ഇവിടെ. അപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കോളൊക്കെ ഉണ്ട്. ചോറിനാൻ സമയമായില്ല. സരസിന് ചോറൊക്കെ കൊടുക്കണം ഇനി കേട്ടോ. അപ്പോൾ കാർക്കൂന്തലൊക്കെ അഴിച്ചിരട്ടെ. രാവിലെ കെട്ടി വെച്ചതാണ് കാർക്കൂന്തലൊക്കെ. ഇനി അഴിച്ചിട്ടിട്ടിരിക്കാം. കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ കാർക്കൂന്തൽ അഴിച്ചിടാം. നല്ല മഴക്കോളുണ്ട് കേട്ടോ. തുണിയൊക്കെ കഴുകിയിട്ട് അമ്മണിക്ക് കുറച്ച് കൊടുക്കാനുണ്ട്. നമുക്ക് ഒരുമാതിരിയൊക്കെ ഉണങ്ങി വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇടിയും മിന്നലൊന്നും ഇല്ലാതെ മഴ പെയ്യാൻ എനിക്കധികമുള്ളൊരു ഇതായിട്ടോ പ്രാർത്ഥന. നമ്മുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു. ഞാൻ നമ്മുടെ അണ്ണനോട് പറഞ്ഞത് ഇന്ന് നമുക്ക് പോകാമെന്ന്, പക്ഷെ പോകുന്നില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പോയി സദ്യ കഴിക്കാറില്ല. സദ്യ എനിക്കറിയത്തില്ല കേട്ടോ എന്തുവാണെന്ന്. അന്നദാനമുണ്ട്, സപ്താഹമല്ലേ. കഴിഞ്ഞില്ലേ മോനെ, കഴുകി. ചില സമയത്ത് മൈക്ക് കേൾക്കാം കേട്ടോ അമ്പലത്തിലെ. പിന്നെന്താ, പേപ്പറൊന്നും നോക്കാറില്ല രാവിലെ. ഇപ്പം പേപ്പർ നോക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. പണ്ടൊക്കെ പേപ്പർ കിട്ടുമ്പോഴേ ഞാൻ നോക്കുന്ന ഒരു
സംഭവമായിരുന്നു. സ്വർണ്ണത്തിന് വില എത്രയാണ്, ഇന്നത്തെ വില എത്രയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കത് നോക്കുമ്പോൾ ഞാൻ തനിയെ ബോധം കെട്ട് തറയെ വീഴും. എന്തിന് മറ്റുള്ളവർക്ക് എന്താ മറ്റുള്ളവരെയും കൊണ്ട് എന്തിനതൊക്കെ ചെയ്യിപ്പിക്കണം? ബോധം കെട്ട് തറയെ വീഴണം, അവർ പൊക്കിയെടുത്തോണ്ട് തന്നെ ആശുപത്രിയിൽ പോകണം. അതിനൊന്നും വേണ്ട. പേപ്പർ നോക്കാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ. അല്ലാതുള്ള ന്യൂസുകളെല്ലാം നമുക്ക് ഇവിടെ ഇരുന്നാണെങ്കിലും മൊബൈൽ വഴിയാണെങ്കിലും ടി വി കൂടെ ആണെങ്കിലും നമുക്ക് അറിയാമല്ലോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോകും. അപ്പോഴേ സുപ്പൻ്റെ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളായത് കേട്ടോ. പിന്നെന്താ, ഇനി നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിരുന്നായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിയിടുന്നത്. ചില സമയത്ത് ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇതൊക്കെ എല്ലാം ഉണ്ടോ, ഞാൻ എന്തോ പറയുന്നത്, നമ്മളൊന്നും 2-3 പ്രാവശ്യം ഒന്നും കറക്റ്റാണോ നമ്മൾ പറയുന്നത്, തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അതൊക്കെ കട്ട് ചെയ്തല്ലേ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എല്ലാം അപ്ലോഡ് ചെയ്തൊക്കെ ദൈവമേ ഇനി എന്തൊക്കെയാണെന്നോ പറയുന്നത്, ഏതൊക്കെയാണോ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങ് ഉറക്കം വരും. എന്നാലും ഞാൻ ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോഴിനി എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണാനിരിക്കും ഉച്ചയ്ക്ക്. അതൊക്കെയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞുള്ള പരിപാടി. പിന്നെ നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. രാവിലെയൊക്കെ മൊബൈൽ എന്നാലും രാവിലെ ചിലപ്പം പ്രാർത്ഥനയൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടം. അടുക്കളയിൽ നിന്നാണെങ്കിലും ഞാൻ പ്രാർത്ഥനയൊക്കെ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നത്. നമ്മളെ തമ്പുരാൻ ഇത്രയൊക്കെ എന്താ നമുക്ക് ആരോഗ്യവും ഇതും എല്ലാം നമുക്ക് തന്നപ്പം മറന്നു പോവരുതല്ലോ. അപ്പോഴേ ഇപ്പോഴും തമ്പുരാനോട് നമ്മുടെ വിഷമങ്ങളും എല്ലാം സന്തോഷവും സങ്കടങ്ങളും എല്ലാം പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബലം അല്ലേ. അപ്പോൾ എപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. ആപത്തിലും എന്താ സന്തോഷത്തിലും ഒക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആ കാര്യങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും കാണും, നമുക്ക് കാവലായിട്ടും തുണയായിട്ടും അല്ലേ. അപ്പോൾ ഈ ഉച്ച വരെയുള്ള സുപ്പുൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാർക്കൂന്തലൊക്കെ ഉണക്കാൻ പോവുകയാണ്. ഒന്നുമില്ല ടൊപ്പളക്കാർ പിന്നെ കെട്ടപ്പൂവ കാർക്കൂന്തൽ അല്ലേ. അപ്പോൾ നമുക്ക് നാളെയും ഉണ്ട്. വൈകിട്ട് രാത്രിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഈ സുപ്പ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അവരൊന്നും വരത്തില്ല കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ എന്താ ബാക്കിയുള്ളവരെയൊക്കെ തിരക്കും. മോള് ജോലിക്ക് പോവും, മോൻ ട്യൂഷനുണ്ട്, അവരാരും വരത്തില്ല കേട്ടോ. പണ്ട് മുതലേ സൂപ്പ് മാത്രമാണ്. സരസുവിൻ്റേതായിട്ടുള്ള ഓരോ എന്താ ഇപ്പം വയ്യാത്തത് കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ സൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൂപ്പിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോൾ നാളെയും ഇന്ന് നമ്മുടെ അടുക്കള വിശേഷങ്ങൾ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നുമില്ല. രാവിലെ ജോലിയൊക്കെ ഒത്തിരി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.